നമ്മുടെ കഷ്ടതകൾ കാണുന്ന ഒരു ദൈവമില്ലേ? നമ്മുടെ വേദനകളിൽ നമ്മളെ സഹായിക്കാൻ ദൈവത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഈ ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇന്ന് ലോകത്തിൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകളും യഹൂദന്മാരുമൊക്കെ വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിനെ കുറിച്ചുള്ള ചരിത്രമാണ് നമ്മൾ ഈ പുസ്തകങ്ങളിലൂടെ പഠിക്കുന്നത്. ഇസ്രയേലിൻ്റെ ചരിത്രം പഠിച്ചാൽ അവരെ അകാരണമായി ചുറ്റുമുള്ള രാജ്യങ്ങൾ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ചരിത്രം വേദപുസ്തക ചരിത്രത്തിൻ്റെ ആദ്യം മുതൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇസ്രയേലിനെ പീഡിപ്പിക്കുന്നത്? ഇസ്രയേൽ ദൈവത്തിൻ്റെ ജനമാണ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ ജനമാണ്. ദൈവത്തിൻ്റെ ജനത്തെ എന്തിനാണ് മറ്റുള്ളവർ ആക്രമിക്കുന്നത്? അത് പിശാചിൻ്റെ ഒരു ഹോബിയാണ്. സാത്താൻ ഈ ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നവനാണ്. ഈ സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ് കിടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് കർത്താവ് പറഞ്ഞത് നമ്മൾ ഓർത്തിരിക്കണം. ഇന്ന് നൈജീരിയയിൽ അതിഭീകരമായ കൂട്ടക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാധ്യമങ്ങളും അത് വിശദീകരിക്കുന്നില്ല. കൊച്ചുകുട്ടികളെ വരെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സങ്കടകരമായ സ്ഥിതി. ക്രൈസ്തവരായിട്ടുള്ള ദൈവവിശ്വാസികളായിട്ടുള്ള എല്ലാവരും ആ രാജ്യത്തിന് വേണ്ടി, ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ത്യയിൽ അവിടെ ചുരുക്കം ചില പ്രയാസങ്ങളുണ്ടാകുമ്പോൾ എത്ര വലിയ കോലാഹലങ്ങളാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയത്. നല്ല കാര്യമാണ്. പക്ഷേ നൈജീരിയയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്ത് ക്രൈസ്തവർ കൂട്ടക്കൊല ചെയ്യുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ നിശബ്ദരായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ്. എന്തായാലും ദൈവജനത്തിൻ്റെ ചോദ്യം, ഈ കഷ്ടതകളൊക്കെ ദൈവം കാണുന്നില്ലേ? ഇതിന് ദൈവം മറുപടി നൽകുകയില്ലേ? ആ വിഷയത്തിന് ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ന്യായാധിപനായ, ന്യായം വിധിക്കുന്ന ക്രിസ്തു. ശെഖര്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ശെഖര്യാവ് കാണുന്ന രണ്ടാമത്തെ ദർശനമാണ്. ശെഖര്യാവ് കാണുന്ന ഒന്നാമത്തെ ദർശനത്തിൽ ക്രിസ്തുവിൻ്റെ 4 പ്രത്യേകതകൾ ഞാൻ ഓർപ്പിച്ചു. 1, വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. 2, ദൈവജനത്തെ ആത്മീകമായി വളർച്ചയിലേക്ക് നയിക്കുന്ന ക്രിസ്തു. 3, ദൈവജനത്തിൻ്റെ സംരക്ഷകനായ ക്രിസ്തു. 4, ദൈവജനത്തെ ധൈര്യപ്പെടുത്തുന്ന ക്രിസ്തു, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്ന ക്രിസ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവജനത്തെ പീഡിപ്പിക്കുന്നവരെ ന്യായം വിധിക്കുന്ന ഒരു ക്രിസ്തു. ശെഖര്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കണം എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ഇവിടെ ഇസ്രയേലിനെ ചിതറിച്ച് കളഞ്ഞ 4 പ്രധാനപ്പെട്ട ലോക സാമ്രാജ്യങ്ങളെ 4 കൊമ്പുകൾ എന്ന നിലയിൽ ഇവിടെ പ്രവാചകൻ കാണുകയാണ്. ആ കൊമ്പുകളെ തകർത്ത് കളയാനായി ചുറ്റികയുമായി വരുന്ന 4 കൊല്ലന്മാരെ ഇവിടെ പ്രവാചകൻ കാണുകയാണ്. ഏതാണ് ഈ 4 കൊമ്പുകൾ? ഇസ്രയേലിനെ തകർത്ത് കളഞ്ഞ, ഇസ്രയേലിനെ നശിപ്പിക്കാൻ ശ്രമിച്ച, ഇസ്രയേലിനെ ഭൂമുഖത്തുനിന്ന് ഉന്മൂലനാശനം ചെയ്യാൻ ശ്രമിച്ച 4 ലോക സാമ്രാജ്യങ്ങൾ. ആ 4 ലോക സാമ്രാജ്യങ്ങളെയാണ് 4 കൊമ്പുകളായി ഇവിടെ പറഞ്ഞത്. ഇവിടെ 4 കൊല്ലന്മാരെന്ന് പറയുന്നത് ഈ രാജ്യങ്ങളെ ന്യായം വിധിക്കാൻ ക്രിസ്തു ന്യായം വിധിക്കുമ്പോൾ അവന് നേതൃത്വം കൊടുക്കുന്ന, ന്യായവിധിയുടെ നേതൃത്വം കൊടുക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ഈ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ന്യായവിധി ദൈവം നടപ്പാക്കിയത്? എന്തുകൊണ്ടാണ് ഈ ന്യായവിധി ദൈവം നടപ്പാക്കിയത്? ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവജനത്തെ ഇസ്രയേലിൻ്റെ തെറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് അവരെ ബാബിലോണിലേക്കും പിന്നീട് ബാബിലോണിൻ്റെ അടിമകളായിട്ടും പിന്നീട് മേദോപാർശ്വയുടെ അടിമകളായിട്ടും പിന്നീട് യവന സാമ്രാജ്യത്തിൻ്റെ, ഗ്രീസിൻ്റെ അടിമകളായിട്ടും പിന്നീട് റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമകളായിട്ടും ഒക്കെ അവർ തീരേണ്ടി വന്നത് ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ച് അവർ ജീവിച്ചതുകൊണ്ടാണ്. തിരുവെഴുത്തിൽ പറഞ്ഞ കൽപ്പനകളും ദൈവത്തിൻ്റെ പ്രമാണങ്ങളും അനുസരിക്കാതെ വന്നതിൻ്റെ ഫലമായി ദൈവം തൻ്റെ ജനത്തെ ന്യായം വിധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോക സാമ്രാജ്യങ്ങൾ ഇസ്രയേലിനെ പിടിച്ചടക്കാനും അവരെ ആക്രമിച്ച് കീഴടക്കി അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി അവരുടെ രാജ്യങ്ങളിൽ കൊണ്ടുപോകാൻ ഇടയായത്. എന്നാൽ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയ ആളുകളെ ആ രാജ്യത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കുവാനോ അവരെ കഷ്ടപ്പെടുത്തുവാനോ അവരെ പട്ടിണിക്കിടാനോ അവരെ ദുരന്തത്തിലേക്ക് നയിക്കാനോ ദൈവം ആഗ്രഹിച്ച കാര്യമല്ല. ദൈവജനമായ ഇസ്രയേലിനെ അവരുടെ ദേശത്ത് നിന്ന് കുറേ കാലത്തേക്ക് മാറ്റി നിർത്തുക, 70 സംവത്സരത്തേക്ക് മാറ്റി നിർത്തുക.
ആ മാറ്റി നിർത്തലിൻ്റെ കാലഘട്ടം കൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വലിപ്പം, ദൈവത്തോടുള്ള ബന്ധം, യെരൂശലേം ദേവാലയത്തിൻ്റെ മഹത്വം, ആരാധനയിൽ നിന്ന് അകന്നു നിൽക്കുന്നതിൻ്റെ മഹത്വം, ആ വേദന, ഇതൊക്കെ അവർ തിരിച്ചറിയുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. മാത്രമല്ല, ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് ഇസ്രായേലിന് ബോധ്യപ്പെടണമായിരുന്നു. പക്ഷേ ഈ രാജ്യങ്ങൾ ഇസ്രായേലിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ, അവരെ ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് ദൈവം, ആക്രമിച്ച് കീഴടക്കാനായിട്ട് ഈ ലോക സാമ്രാജ്യങ്ങളെ വളർത്തിയെടുത്തുകൊണ്ട് ദൈവം വന്നപ്പോൾ, ആ രാജ്യങ്ങൾ ഈ ജനത്തോട് വളരെ നികൃഷ്ടമായ നിലയിൽ ഇടപെട്ടു എന്നുള്ളത് തിരുവെഴുത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിലാദ്യമായി ഇസ്രായേലിനെ അടിമകളായി പിടിച്ചുകൊണ്ട് പോയത് ബാബിലോണാണ്. ഇസ്രായേലിൻ്റെ തെക്കേ രാജ്യമായ 2 ഗോത്രങ്ങളടങ്ങുന്ന ആ സമൂഹത്തെ BC 586 അടിമകളായി പിടിച്ചുകൊണ്ട് പോയി. എന്നാൽ അതിനു മുമ്പ് ഏതാണ്ട് BC 722 ഇസ്രായേലിൻ്റെ വടക്കേ രാജ്യമായ 10 ഗോത്രങ്ങളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. ഈ അടിമത്തത്തിലേക്ക് ഈ ജനം പോകേണ്ടി വന്നത് ഇസ്രായേൽ ഡിവൈഡ് ചെയ്തപ്പെട്ടവരാണ്. 10 ഗോത്രമെന്ന നിലയിൽ വടക്കേ രാജ്യവും 2 ഗോത്രമെന്ന നിലയിൽ തെക്കേ രാജ്യവും തമ്മിൽ വിഘടിച്ച് 2 രാജ്യങ്ങളും വ്യത്യസ്ത രാജാക്കന്മാരും വ്യത്യസ്ത ഭരണങ്ങളും ഒക്കെയായിട്ട് പോയപ്പോൾ ഇസ്രായേലിന് ഐക്യമുണ്ടായില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിനോ ദൈവദാസന്മാർക്കോ പ്രാധാന്യമുണ്ടായിരുന്നില്ല. ദൈവത്തെക്കാളധികം, ദൈവത്തിൻ്റെ ദാസന്മാരെക്കാളധികം, ദൈവവചനത്തെക്കാളധികം, ദൈവത്തിൻ്റെ പ്രവാചകന്മാരെക്കാളധികം അവരുടെ ഭരണകർത്താക്കന്മായ രാജാക്കന്മാർ പറയുന്നത് കേട്ട് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഇസ്രായേൽ മാറി. അവിടെ വചനത്തിന് പ്രസക്തിയില്ലാതെ വന്നു, ആരാധനയ്ക്ക് പ്രസക്തിയില്ലാതെ വന്നു, ദൈവവചനത്തിന് പ്രാധാന്യമില്ലാതെ വന്നു. അതിൻ്റെ ദുരന്തമാണ് വാസ്തവത്തിൽ ഈ അടിമത്തം എന്ന് പറയുന്നത്. ഏതാണ്ട് BC 722 ആ അസീറിയ 10 ഗോത്രങ്ങളെ പിടിച്ചുകൊണ്ട് പോയതും, അതുപോലെ തന്നെ BC 586 ബാബിലോൺ പിടിച്ചുകൊണ്ട് പോയതുമെല്ലാം ആദ്യത്തെ ഈ പ്രത്യേകമായിട്ടുള്ള പ്രവാസകാലമെന്ന് പറയുന്നത് ദൈവം അവരോട് പറഞ്ഞ ന്യായവിധിയാണ്. ആ വേദഭാഗങ്ങളിലേക്കെല്ലാം എനിക്കിന്ന് പോകാൻ നിർവാഹമില്ല. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ചില വാക്യങ്ങൾ എഴുതിയെടുത്ത് വായിക്കാം. 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യം, 2 രാജാക്കന്മാർ 25-ൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യം, 2 ദിനവൃത്താന്തം 36-ൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യം, യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യം. ഈ വാക്യങ്ങളൊന്ന് പരിശോധിച്ചാൽ ദൈവം ഇസ്രായേലിനെ ന്യായം വിധിച്ചത് എന്തുകൊണ്ടാണ്, അങ്ങനെ ന്യായം വിധിച്ച് ഈ അടിമകളായി ഇവരെ കൊണ്ടുപോയപ്പോൾ ആ രാജ്യങ്ങൾ അവരോട് എന്ത് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. 722 ഇസ്രായേലിൻ്റെ വടക്കേ രാജ്യമായ 10 ഗോത്രങ്ങളെ അടിമകളായി അസീറിയ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവരെ വംശനാശം വരുത്തുക എന്നുള്ള ഒരു പ്രക്രിയയാണ് അസീറിയ ചെയ്തത്. BC 586 ബാബിലോണിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവരെ വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടുവന്ന് ജീവനുള്ള ദൈവത്തിൽ നിന്ന് അവരെ അകറ്റുക എന്നുള്ളതായിരുന്നു ബാബിലോണിയ രാജാക്കന്മാരുടെ തന്ത്രം. നമുക്കറിയാം, നെബൂഖദ്നേസറിനെ വളർത്തിയെടുത്തത് നെബോപോലിസർ എന്ന് പറയുന്ന നെബൂഖദ്നേസറിൻ്റെ അപ്പൻ ഒരു വിപ്ലവകാരിയായ ഒരു ഗോത്രത്തലവനായിരുന്നു. അയാളുടെ മകനെ ഒരു സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി ദൈവമാണ് വളർത്തിയെടുത്തതെന്ന് മനസ്സിലാക്കണം. വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് രാജാക്കന്മാരെ നീക്കുകയും അവരെ വാഴിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. പിശാചിൻ്റെ അധീനതയിലാണ് ലോകമെങ്കിലും ഈ ലോകത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. അതുകൊണ്ട് ലോകത്തിലെ കാര്യങ്ങൾ ദൈവം നിയന്ത്രിക്കുമ്പോഴാണ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസികളോട് നിങ്ങൾ സാവധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം നയിക്കേണ്ടതിന് അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈ ലോകത്തിൽ ഭരണം ആര് ഭരിച്ചാലും അവരെ ആ ഭരണത്തിന് അനുവദിക്കുന്ന ദൈവമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ ഏത് രാജ്യത്ത് ജീവിച്ചാലും ആ രാജ്യത്തുള്ള ഭരണ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ബാധ്യത ദൈവജനത്തിനുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിന് വിരുദ്ധമായിട്ടല്ലാത്ത ലോക നിയമങ്ങളെല്ലാം തന്നെ നമ്മൾ അംഗീകരിച്ച് മതിയാകുകയുള്ളൂ. അത് ആ രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ ഭരണാധിപന്മാർക്ക് നമ്മൾ കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ദാനിയേൽ സങ്കീർത്തനം 2-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ഈ രാജാക്കന്മാരും ഭരണ നേതൃത്വങ്ങളും ഗോത്രങ്ങളുമെല്ലാം ദൈവത്തിനെതിരായി തിരിയുന്നൊരു കാലം വരുമെന്ന് 2-ാം സങ്കീർത്തനം വഹിക്കുന്നുണ്ട്. ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു, യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു.
ദൈവത്തിനെതിരായിട്ട് നേരിട്ട് ഏത് രാജാക്കന്മാർക്കാണ് എഴുന്നേൽക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിനെതിരായിട്ട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവജനത്തിനെതിരായിട്ട് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. സഭ ഭൂമിയിൽ ആരംഭിക്കുന്നതിന് മുമ്പ് ലോകത്തിൽ ദൈവത്തിൻ്റെ ജനമെന്ന് അറിയപ്പെട്ടിരുന്ന ആളുകൾ ഇസ്രായേൽ ജനമാണ്. യഹോവയായ ദൈവത്തിൻ്റെ ആടുകൾ എന്ന നിലയിൽ അവരെ കരുതിയിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ ജനത്തെ പീഡിപ്പിക്കുന്നതിലൂടെ അന്നത്തെ രാജാക്കന്മാർ ക്രിസ്തുവിനും ദൈവത്തിനും എതിരായി തിരിയുകയായിരുന്നു. ഇന്നത്തെ രാജാക്കന്മാരും ക്രിസ്തുവിനെതിരെ, ക്രിസ്തീയ സഭയ്ക്കും പ്രവർത്തനങ്ങൾക്കും എതിരായി നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ എതിർക്കുന്നത് സാധാരണക്കാരായ പാവപ്പെട്ട ക്രിസ്ത്യാനികളോടല്ല, സർവശക്തനായ ദൈവത്തോടാണ്. അതുകൊണ്ട് ആ രാജാക്കന്മാരെ എല്ലാം നോക്കി 2-ാം സങ്കീർത്തനം നിങ്ങൾ വായിക്കണം. അവിടെ വായിക്കുന്നത് അവർ പറയുകയാണ്, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ ഈ കൂട്ടുകെട്ടുണ്ടാക്കി ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന രാജാക്കന്മാരെ അവർ പറയുക, ദൈവത്തിൻ്റെ കെട്ടുകൾ, ദൈവത്തിൻ്റെ നിയമങ്ങളെ പൊട്ടിച്ചെറിയണം, ദൈവത്തിൻ്റെ നിയമങ്ങളെ പൊട്ടിച്ചെറിയണം, എന്നിട്ട് നമുക്ക് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കണം. ദൈവത്തിന് വിരുദ്ധമായി ദൈവത്താൽ ആക്കപ്പെട്ട രാജാക്കന്മാർ ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവർ, ഇനി ദൈവവിശ്വാസം ഇല്ലാത്തവരാണെങ്കിലും ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കേണ്ട ആളുകൾ ദൈവത്തിനെതിരായി തിരിഞ്ഞപ്പോൾ അവിടെ വായിക്കുന്നത്, സ്വർഗത്തിൽ വസിക്കുന്നവൻ അവരെ നോക്കി ചിരിക്കുന്നു. അന്ന് കർത്താവ് അവരോട് കോപത്തോടെ അരുളി ചെയ്യും. എന്താ അരുളി ചെയ്യുന്നത്? ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. 4 ലോക സാമ്രാജ്യങ്ങൾ ഈ ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുമെന്ന് മാത്രമല്ല വചനം പഠിപ്പിക്കുന്നത്, 5ാമത്തെ ഒരു ലോക സാമ്രാജ്യം കൂടിയുണ്ട്. 4 ലോക സാമ്രാജ്യങ്ങൾ ബാബിലോൺ, മേദോ പാർസ്യ, യവന സാമ്രാജ്യം, റോമാ സാമ്രാജ്യം. ഇത് ചരിത്രത്തിൻ്റെ താളുകളിലുള്ളതാണ്. എന്നാൽ ലോകത്തിൽ ഇനി 5ാമതൊരു സാമ്രാജ്യം സ്ഥാപിക്കപ്പെടാൻ പോകുന്നു. ആ 5ാം സാമ്രാജ്യം കൈതൊടാത്ത കല്ലെന്നരിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യമാണ്. അതുകൊണ്ട് ആ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ഈ രാജാക്കന്മാരുടെ എല്ലാം മേൽ ദൈവം ന്യായവിധി നടത്തും. അതുകൊണ്ട് ദൈവജനം കാത്തിരിക്കുക. ദൈവജനത്തെ ആക്രമിക്കുന്നവരെയും ദൈവജനത്തെ പീഡിപ്പിക്കുന്നവരെയും ഒക്കെ ഇന്ന് ക്രൂരമായി പീഡിപ്പിക്കുന്ന രാജ്യങ്ങളൊക്കെ ആർത്തട്ടഹസിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. പക്ഷേ അവരെയെല്ലാം മുട്ടുകുത്തിക്കുന്ന മഹാരാജാവ് വരാൻ പോവുകയാണ്. ആ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് അവർ ന്യായവിധി ഏറ്റുവാങ്ങേണ്ടി വരും, ഭയപ്പെടേണ്ടി വരും. കുഞ്ഞാടിൻ്റെ മുഖം കാണാതെ വണ്ണം, അവൻ്റെ കോപം തട്ടാതെ വണ്ണം പാറകളെ ഞങ്ങളുടെ മേൽ വീഴുമെന്ന് ഭരണാധിപന്മാരും രാജാക്കന്മാരും വിളിച്ചു പറയാൻ പോകുന്നൊരു ദിവസം വരാൻ പോവുകയാണ്. അതുകൊണ്ട് ലോകത്തിൽ ക്രൈസ്തവരെ പീഡിപ്പിച്ച് അവരെ ഒറ്റപ്പെടുത്തി അവരെ കൊന്നുകളഞ്ഞാൽ ക്രിസ്തീയ സഭ അവസാനിക്കും എന്ന് നിങ്ങളാരും കരുതരുത്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് ഈ സഭയെ സ്ഥാപിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ലോകത്തിലൊരു ശക്തിക്കും ക്രിസ്തുവിൻ്റെ സഭയെ ജയിക്കുവാൻ സാധിക്കില്ല. ഇത് സർവശക്തനായ ദൈവത്തിൻ്റെ സഭയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, കഷ്ടതകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, വളരെ ദുരിതങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ആ കഷ്ടതകളെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത്, കഷ്ടമനുഭവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്മുർണ സഭയിലെ പാവപ്പെട്ടവരായ വിശ്വാസികൾ, സർദിസിലെ പാവപ്പെട്ടവരായ വിശ്വാസികൾ അവർ കഷ്ടതകളിലൂടെ കടന്നുപോയപ്പോൾ, സ്മുർണയിലെ പാവപ്പെട്ടവരായ വിശ്വാസികൾ കഷ്ടതയിലൂടെ കടന്നുപോയപ്പോൾ കർത്താവ് അവരോട് പറയാണ്, ഭയപ്പെടേണ്ട, നിങ്ങൾ ഈ പരീക്ഷകളെ നിങ്ങൾ അതിജീവിച്ച് പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് ലഭിക്കുന്ന ജീവകിരീടം നിങ്ങൾ പ്രാപിക്കും. അതുകൊണ്ട് കഷ്ടമനുഭവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, പല പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിയും. റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവരാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി രക്തസാക്ഷിയാകുന്ന ആളുകൾ എത്രമാത്രം ആദരിക്കപ്പെടുന്നവരാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്ന ഒരു ദൈവ പൈതൽ, അവൻ സ്വർഗത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലാണ്, സ്വർഗത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു ദൈവത്തിലാണ്. സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് മരണം വരെയല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദേഹത്തെ കൊല്ലുകയും ദേഹിയെ കൊല്ലാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ദേഹത്തെയും ദേഹിയെയും ഒരുപോലെ അഗ്നി നരകത്തിൽ തള്ളാൻ കഴിയുന്ന ദൈവത്തെ നിങ്ങൾ ഭയപ്പെടണം. ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത് നിശ്ചയിക്കപ്പെട്ട ന്യായവിധിയാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. അതുകൊണ്ട് ക്രിസ്തുവിനെതിരായി ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം ന്യായം
ന്യായം വിധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് ബാബിലോൺ ഇസ്രായേലിനെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അതുകൊണ്ട് ആ ബാബിലോണിലെ ചരിത്രത്തിൻ്റെ താളുകൾ നിങ്ങൾ പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ ന്യായവിധി ഇറങ്ങി വന്നു. ബാബിലോണിൻ്റെ ഭരണാധികാരിയായി നെബൂഖദ്നേസറിൻ്റെ മകൻ ബൽഷസ്സർ ദൈവത്തിനെതിരായി ശക്തമായി ഉയർത്തിയൊരു ശക്തിയോടുകൂടെ പ്രവർത്തിച്ച ഒരു രാത്രിയിൽ അവൻ്റെ അരമനയുടെ ഭിത്തിയിൽ ഒരു വാചകം ദൈവം തൻ്റെ കൈപ്പത്തി കൊണ്ട് എഴുതി വെച്ചു: മെനെ മെനെ തെക്കല് ഫർസീൽ, നിൻ്റെ രാജ്യം ഇന്ന് അളന്ന് അവകാശമെടുത്ത് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാൻ പോവുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ദാര്യാവേശിൻ്റെ നേതൃത്വത്തിൽ മേദ്യരും പാർശ്വരും അടങ്ങുന്ന അടുത്ത സൈന്യം ഒറ്റ രാത്രി കൊണ്ട് ബാബിലോൺ സാമ്രാജ്യത്തെ ഇല്ലായ്മ ചെയ്തു. പിന്നീട് മേദോ പാർശ്വരുടെ കാലഘട്ടത്തിൽ, അത് ഏതാണ്ട് നമുക്കറിയാം, മേദോ പാർശ്വരുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്രയേലിനെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഒരുപക്ഷെ സാധാരണ നമുക്ക് തോന്നാം. കാരണം മേദ്യരും പാർശ്വരും അടങ്ങുന്ന മേദോ പാർശ്യ ഭരണകാലഘട്ടത്തിലാണ് യെരുശലേം ദേവാലയം പണിയാനൊക്കെയുള്ള കൽപ്പന കൊടുക്കുന്നതും ദേവാലയം പണിയൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കാൻ അനുവദിച്ചു. ഇസ്രായേലിന് ബാബിലോണിൽ നിന്ന് മടങ്ങി വന്ന് അവരുടെ രാജ്യത്ത് ജീവിക്കാൻ അനുവദിച്ചു എന്നൊക്കെ ശരിയാണെങ്കിലും എസ്രയുടെ പുസ്തകം 1:1 മുതൽ 3 വരെയുള്ള വാക്യവും നെഹമ്യാവിൻ്റെ പുസ്തകം 9:36-37 വായിക്കാൽ ഈ ആളുകളെ അടിമകളായി പിന്നെയും നിർത്തുക എന്നുള്ളതായിരുന്നു മേദ്യരുടെയും പാർശ്വരുടെയും ലക്ഷ്യം. ഇസ്രായേലിനെ ബാബിലോണിൽ അവരവിടെ വീടുകൾ വെച്ച് പിന്നെ അത് മുന്തിരിത്തോട്ടങ്ങളൊക്കെ പണിത് അവിടെ നല്ലൊരു ജീവിതത്തിലേക്ക് അവരെ പിന്നീട് അടുത്ത ഭരണങ്ങളൊക്കെ വന്നപ്പോൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് അവരെ ഇസ്രായേലിലേക്ക് മടക്കി വിട്ട് ദേവാലയമൊക്കെ പണിത് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ ദേവാലയത്തിൽ വരുന്ന പൈസ, അതിൻ്റെ ടാക്സ്, അതിൻ്റെ വരുമാനം മേദ്യർക്ക്, മേദോ പാർശ്യ രാജാക്കന്മാർക്ക് അവരുടെ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു പരിപാടിയായിരുന്നു. അത് വചനത്തിലൂടെ അവർ പറയുന്നുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 36-37 വാക്യം വായിക്കുമ്പോൾ, ഇതാ ഞങ്ങൾ ഇന്ന് ദാസന്മാർ, നീ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഫലവും ഗുണവും അനുഭവിപ്പാൻ കൊടുത്ത ദേശത്ത് തന്നെ ഇതാ ഞങ്ങൾ ദാസന്മാരായിരിക്കുന്നു. നമുക്കറിയാം, ദൈവം അബ്രഹാമിനെ വിളിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ഊക്ഷരഭൂമിയായിരുന്നു. മഴ പെയ്യാതെ കിടന്ന തരിശു നിലമായിരുന്നു അവിടെ. ഒരു രാജ്യങ്ങളും ഒരു ഭരണാധിപന്മാരും അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു ജാതിയും അവിടെ ഉണ്ടായിരുന്നില്ല. ആ സ്ഥലത്ത് അബ്രഹാം തൻ്റെ കുടുംബത്തോട് വന്നു. അബ്രഹാമിൻ്റെ കാലത്ത്, ഇസഹാക്കിൻ്റെ കാലത്ത്, യാക്കോബിൻ്റെ കാലത്ത് കനാൻ ദേശത്തെ ദൈവം അനുഗ്രഹിച്ചു. അത് പാലും തേനും ഒഴുകുന്ന ദേശമായി മാറി. അബ്രഹാമിനും എൻ്റെ സന്തതിക്കും വേണ്ടി ദൈവം ആർക്കെങ്കിലും ഈ ഭൂമിയുടെ ആധാരം തിട്ടപ്പെടുത്തി അളന്നു കുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിന് മാത്രമാണ്. നിങ്ങൾ യോശുവയുടെ പുസ്തകമൊക്കെ വായിച്ചാൽ എത്ര കൃത്യമായിട്ടാണ് അതിരുകൾ തിരിച്ച് ഇസ്രായേലിന് രാഷ്ട്രം കൊടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ദൈവം കൊടുത്ത രാഷ്ട്രമാണ്, ദൈവം കൊടുത്ത സ്ഥലമാണ്. അവിടെ വേറൊരു ജാതി ഉണ്ടായിരുന്നില്ല, അവിടെ ഒരു അനാക്യമല്ലന്മാരും ഉണ്ടായിരുന്നില്ല, ഒരു കനാന്യനും ഉണ്ടായിരുന്നില്ല. അത് ഒരു തരിശു ഭൂമിയായി കിടന്ന സ്ഥലം ദൈവജനം അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ നേതൃത്വത്തിൽ അവിടെ പണിയെടുത്ത് കൃഷി ചെയ്ത് അവിടെ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി ദൈവം സമൃദ്ധിയായി മഴ പെയ്യിച്ചു. അങ്ങനെ പാലും തേനും ഒഴുകുന്ന ദേശമായിട്ടത് മാറി. എന്നാൽ എപ്പോഴാണ് സംഭവിച്ചത് ദുരന്തമെന്നറിയാമോ? യാക്കോബിൻ്റെ കാലത്ത് യാക്കോബിൻ്റെ ഇളയ മകനായ യോസഫിനെ, നമുക്കറിയാം, യാക്കോബിൻ്റെ ഒരു മകനായ യോസഫിനെ മിസ്രയീമിലേക്ക് ഇസ്മായിലിലെ കച്ചവടക്കാർ സഹോദരന്മാർ വിറ്റ ചരിത്രമൊക്കെ നമുക്കറിയാം. അവിടെ ചെന്ന യോസഫ് ദൈവത്തോടുള്ള വിശ്വസ്തയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവൻ പാപത്തിൻ്റെ മേൽ വിജയം വരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ മിസ്രയീമിലെ വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് അവൻ എത്താനായിട്ടിടയായി. അങ്ങനെ യാക്കോബും ബാക്കി മക്കളും ഒക്കെ കൂടെ ഈ കനാൻ ദേശത്ത് താമസിക്കുന്ന കാലത്ത് ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദേശത്തൊരു ക്ഷാമം ഉണ്ടായി. അബ്രഹാം തൻ്റെ മക്കളെയും പരിവാരങ്ങളെയും എല്ലാം കൂട്ടി അങ്ങനെയാണ് മിസ്രയീമിലേക്ക് പോയത്. യോസഫിൻ്റെ മരണശേഷം യാക്കോബ് മരിക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം, യാക്കോബിൻ്റെ കാലത്താണ്. യാക്കോബ് മരിക്കുന്ന സമയത്ത് നമുക്കറിയാം, യാക്കോബിനെ തിരിച്ചു കൊണ്ടുവന്ന് മിസ്രയീമ അകമ്പടിയോടുകൂടെ അവിടുത്തെ ഭരണാധിപന്മാരുടെ നേതൃത്വത്തിലാണ് സ്വന്തം സ്ഥലമായ കനാൻ ദേശത്ത് കൊണ്ടുവന്ന് അടക്കം ചെയ്യുന്നത്. എന്നാൽ യോസഫിൻ്റെ മരണശേഷം യോസഫിനെ അറിയാത്ത മറ്റൊരു ഫറവോൻ വന്നു. ഇസ്രായേൽ മക്കൾ കഷ്ടമനുഭവിച്ചു. 430 സംവത്സരം ബാബിലോണിൽ അവർക്ക് ജീവിക്കേണ്ടി വന്നു. 30 വർഷം
യോസഫിൻ്റെ കാലത്ത് സമാധാനം ഉണ്ടായിരുന്നു. എന്നാൽ 400 വർഷം ഇസ്രയേൽ കഠിനമായ പീഡനം ഏൽക്കേണ്ടി വന്നു. ആ 450 വർഷക്കാലത്ത് ഇവരുടെ സ്ഥലം മറ്റു പല ജാതികളും കയ്യേറി. അനാക്യമല്ലന്മാർ, കനാനൈറ്റ്സ് എന്ന് പറയുന്ന ആളുകൾ, അവരെല്ലാം അന്നവിടെ വന്ന് ഈ പ്രദേശങ്ങൾ മുഴുവൻ കയ്യേറി. പിന്നീട് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രയേലിനെ കൊണ്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ കടന്ന് കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ മുഴുവൻ ജാതികളാണ്, ശത്രുക്കളാണ്. അവരെ മുഴുവൻ ഉന്മൂലനാശനം ചെയ്തിട്ടാണ് ഇസ്രയേലിന് പിന്നീട് അവരുടെ രാജ്യം തിരിച്ചു പിടിക്കേണ്ടി വന്നത്. അതുകൊണ്ട് മറ്റു ചിലർ പറയുന്നത് പോലെ ഇസ്രയേലിന് ദൈവം ഭൂമിയിൽ കൊടുത്ത സ്ഥലത്താണ് അവർ താമസിക്കുന്നത്, അല്ലാതെ ആരുടെയും സ്ഥലം കയറി അവരെടുത്തിട്ടില്ല. അവരുടെ സ്ഥലമാണ് മറ്റുള്ളവരെടുത്തിരിക്കുന്നത്. ഇത് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരെ പീഡിപ്പിച്ച ബാബിലോണിനെ ദൈവം ശക്തമായി ന്യായം വിധിച്ചു. രണ്ടാമത്തെ മേദോ പാർസ്യ, അവരും ഇവരെ അടിമകളാക്കി, അവരെയും ദൈവം ശക്തമായി പീഡിപ്പിച്ചു. നമുക്കറിയാം, മഹാനായ അലക്സാണ്ടറുടെ നേതൃത്വത്തിൽ ഏതാണ്ട് BC 168 കാലഘട്ടങ്ങളിൽ അലക്സാണ്ടറുടെ നേതൃത്വത്തിൽ യവന സാമ്രാജ്യം, അതും ഒരു അപ്രതീക്ഷിതമായ ആക്രമണത്തിലൂടെ മേദ്യരും പാർശ്വരും അടങ്ങിയ മേദോ പാർസ്യ സൈന്യത്തെ തകർത്ത് ഈ സാമ്രാജ്യം ലോകം മുഴുവൻ അടക്കി ഭരിച്ച ഈ മഹാസാമ്രാജ്യം, യവന സാമ്രാജ്യം കീഴടക്കി. ആ യവന സാമ്രാജ്യത്തിൽ മറക്കാനാവാത്ത ഒരു ഭരണാധികാരിയാണ് മഹാനായ അലക്സാണ്ടർ. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇസ്രയേലിന് സ്വസ്ഥതയുണ്ടായിരുന്നുള്ളൊരു സത്യമാണ്. എന്നാൽ BC 168 അന്ത്യോക്യസ് എപ്പിഫാനസ് 4 ഇസ്രയേലിനെ കഠിനമായി പീഡിപ്പിച്ചു. ദേവാലയം അശുദ്ധമാക്കുകയും ഇസ്രയേലിനെ ചിതറിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ദാനിയേൽ പ്രവചനം 8:21-25, 1 മക്കാബിയർ 1:41 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് യവന സാമ്രാജ്യത്തെ ദൈവത്തിന് ന്യായം വിധിക്കേണ്ടതായിട്ട് വന്നു. പിന്നീട് റോമാ സാമ്രാജ്യം. ആ റോമാ സാമ്രാജ്യം ഏതാണ്ട് ഇസ്രയേലിനോട് ചേർന്നാണ് ഭരണം നടത്തിക്കൊണ്ടുപോയത്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ പീലാത്തോസിന് കൂട്ടുനിൽക്കേണ്ടി വന്നത്. എന്നാൽ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച് യേശുവിൻ്റെ മരണവും പുനരുത്ഥാനവും എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന സൈന്യാധിപന്മാർക്ക് മനസ്സിലായി, റോമൻ ഭരണാധികാരികൾക്ക് മനസ്സിലായി, യഹൂദന്മാർ കള്ളത്തരം കാണിച്ചാണ് നിരപരാധിയായ ഒരാളെ ക്രൂശിലേറ്റി കൊന്നത്. അതിൻ്റെ വൈരാഗ്യത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ AD 70 തീത്തോസിൻ്റെ മഹാൻ റോമൻ സൈന്യാധിപനായ ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ യെരുശലേം ആക്രമിച്ചു. ഇസ്രയേലിനെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ചിതറിച്ചു. ലൂക്കോസ് 21:20-24, മത്തായി 24:1-2 വാക്യങ്ങൾ പറയുന്ന അതിക്രൂരമായ ഒരു പീഡനം റോമൻ ഗവൺമെൻറ് ഇസ്രയേലിന് നേരെ നടത്തി. തീർച്ചയായിട്ടും അവർ ചെയ്ത അതിക്രമത്തിൻ്റെ ശിക്ഷയാണിതൊക്കെ അവർ അനുഭവിച്ചത്. എന്നാൽ ആ ശിക്ഷ അനുഭവിച്ച റോമാ സാമ്രാജ്യത്തെയും ഏതാണ്ട് AD 474 കാലഘട്ടത്തോടടുത്ത് റോമാ സാമ്രാജ്യവും ഭൂമിയിൽ നിന്ന് ഛിന്ന ഭിന്നമായി പോയി. അപ്പം ബാബിലോണിനെ ദൈവം തകർത്തു, മേദോ പാർസ്യ ദൈവം തകർത്തു, യവന സാമ്രാജ്യത്തെ തകർത്തു, റോമാ സാമ്രാജ്യത്തെ തകർത്തു. ഇന്ന് റോമാ സാമ്രാജ്യം ഛിന്ന ഭിന്നമായി ലോകത്തിൻ്റെ 4 ഭാഗത്ത് യൂറോപ്യൻ സാമ്രാജ്യങ്ങളുമൊക്കെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ദൈവജനത്തെ പീഡിപ്പിച്ച ഈ സാമ്രാജ്യങ്ങളെ ദൈവം നശിപ്പിച്ചെങ്കിൽ ഇവിടെ ചില രാജാക്കന്മാരെ നശിപ്പിക്കാൻ ദൈവത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളത് ദൈവം മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ന്യായവിധിക്കൊരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മളെപ്പോലെ ക്ഷിപ്രകോപിയായി പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ഒരാളല്ല ദൈവം. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യം പറയുമ്പോൾ അവിടെ വായിക്കുന്നത്, കർത്താവ് മടങ്ങി വരുമ്പോഴാണ് ഈ രാജ്യങ്ങൾക്ക്, അല്ലാതെ തന്നെ ദൈവത്തിൻ്റെ ന്യായവിധി അവർക്കുണ്ടാകും. എന്നാൽ കർത്താവ് മടങ്ങി വരുമ്പോഴാണ് ഈ സാമ്രാജ്യങ്ങൾക്ക് യഥാർത്ഥമായ തകർച്ചയും ന്യായവിധി ഉണ്ടാകാൻ പോകുന്നത്. അവിടെ വായിക്കുന്ന, കൈതൊടാത്ത ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് ഇളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തെ കളത്തിലെ പതിർ പോലെ ആയി തീർന്നു. ഒരിടത്തും തങ്ങാതെ കാറ്റവയെ പറപ്പിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ, ഈ സാമ്രാജ്യങ്ങളെല്ലാം ബാബിലോണിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ, മേദോ പാർസ്യയുടെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ, യവന സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ, റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ ഇന്നും ഭൂമിയിലുണ്ട്. അവർക്കൊരിക്കൽ ദൈവം ശിക്ഷ കൊടുത്തതാണ്, അതുകൊണ്ട് തീരത്തില്ല. കർത്താവായ യേശു ക്രിസ്തു രാജാവായി ഈ ലോകത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ വരുമ്പോൾ അന്ത്യയുദ്ധത്തിന് വേണ്ടി ലോക സാമ്രാജ്യങ്ങൾ ഒരുമിച്ച് കൂടും. സകല ജാതികളും ഇസ്രയേലിനെതിരായിട്ട് തിരിയും. സഖരിയാ പ്രവചനം 12-ാം അധ്യായത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇസ്രയേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് സർവശക്തനായ ദൈവമാണ്. നമ്മൾ വായിക്കുന്നത്, ആ വലിയ ആ ഹർമഗദ്ദോൻ യുദ്ധത്തിൽ
മെഗിദ്ദോ താഴ്വരയിൽ, അല്ലെങ്കിൽ 3-4 സ്ഥലങ്ങളിലായി നടക്കുന്ന ഇസ്രായേലിൻ്റെ 3-4 താഴ്വരകളായിട്ട് നടക്കുന്ന മഹായുദ്ധത്തിൽ ലോകത്തിലെ സാമ്രാജ്യത്തിൻ്റെ ഭരണകർത്താക്കന്മാരെല്ലാം ഒരുമിച്ച് വരും. അവിടെ യേശു ക്രിസ്തു അവരെ ന്യായം വിധിക്കും. നമ്മൾ വായിക്കുന്നത് അവിടെ ഒരിടത്തും താങ്ങാതെ വണ്ണം കാറ്റവയെ പറത്തിക്കൊണ്ടു പോകുന്ന പോലെ ഈ സാമ്രാജ്യത്തെ ഭരണങ്ങളെല്ലാം അവസാനിച്ച് 5-ാം ലോക സാമ്രാജ്യത്തിൻ്റെ ഭരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുക്കും. അത് 1000 വർഷം മാത്രമേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. 1000 വർഷം മാത്രമേ ഉള്ളൂ. ആ 1000 വർഷം ഈ ലോകത്തിൻ്റെ ഭരണം കഴിഞ്ഞാണ് പിന്നീട് അന്ത്യന്യായവിധി നടപ്പാക്കാൻ പോകുന്നത്. അന്ത്യന്യായവിധി എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യം, മരിച്ചവർ ആപാലബന്ധം ഉയർത്തെഴുന്നേറ്റ് ദൈവം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെയും തീപ്പുകയിൽ തള്ളിയിടാൻ പോവുകയാണ്. എന്നാൽ അതിനുശേഷം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ 22-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ചു കഴിഞ്ഞു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ വായിക്കുന്ന ഞാൻ പുതിയ ആകാശവും ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമി നശിക്കുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ. ഇത് നശിച്ചുപോയി. ദൈവത്തിൻ്റെ കൺമുമ്പിൽ ഇത് നശിച്ചു പോയി കഴിഞ്ഞു. നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. എന്നാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും കർത്താവ് സൃഷ്ടിച്ചു. അത് യോഹന്നാനെ കാണിച്ചു. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ദൈവം തൻ്റെ ജനത്തോട് ചേർന്ന് ജീവിക്കുന്ന മഹത്തായ ദൈവരാജ്യത്തിൻ്റെ അനുഭവം. വെളിപ്പാട് 22-ാം അധ്യായം പഠിപ്പിക്കുന്നത് നിത്യത എന്നുള്ളതാണ്. ദൈവമക്കൾ ദൈവത്തോട് ചേർന്ന് നിത്യത മുഴുവൻ ജീവിക്കാൻ പോകുക, മരണമില്ലാത്ത ജീവിതം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ദുഃഖവും മറുപടിയെല്ലാം മാറിപ്പോകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളെ ദേഹത്തെ കൊല്ലാൻ മാത്രം ശ്രമിക്കുന്ന ഈ മനുഷ്യരെ ഒന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടി പുതിയ ആകാശവും പുതിയ ഭൂമിയും കർത്താവ് ഒരുക്കി കാത്തിരിക്കുകയാണ്. ഈ നമ്മുടെ ജീവിതത്തിലെ കണ്ണുനീര്, വേദനകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എല്ലാ നിന്ദയും അപമാനങ്ങളും എല്ലാം മാറുന്നത് ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമാണ്. ആ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൽ സ്വർണ്ണപ്പളുങ്ക് നദീതീരത്ത് സ്വർണ്ണ തെരുവീതിയിലൂടെ നമുക്ക് നടക്കാൻ സാധിക്കും. അവിടെ ആ നിത്യതയിൽ ആ രാജ്യത്ത് അവരെന്നേക്കും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവരെന്നേക്കും രാജാക്കന്മാരായിരിക്കും. അതുകൊണ്ട് ഈ ഭൂമിയിലെ കഷ്ടതകൾ സാരമില്ല എന്നെണ്ണുവാൻ, പ്രതികൂലങ്ങളെ സാരമില്ലെന്നെണ്ണുവാൻ, ആ കഷ്ടതകളുടെ നടുവിൽ ധൈര്യമായി എന്തെല്ലാം പ്രതികൂലങ്ങൾ ലോകത്തുണ്ടായാലും അതിൻ്റെ മുമ്പിൽ ധൈര്യമായി നിന്നുകൊണ്ട് യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ് നമ്മുടെ കർത്താവെങ്കിൽ ആ സിംഹത്തിൻ്റെ കുട്ടികളാണ് നമ്മളെന്ന് തെളിയിക്കണം. അത് ആക്രമിച്ച് തെളിയിക്കുകയല്ല, നമ്മൾ കീഴടങ്ങിക്കൊണ്ട് നമ്മുടെ ചങ്കിലെ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ ചങ്കിലെ ചോര ഊറ്റിയാണ് നമ്മെ രക്ഷിച്ചതെങ്കിൽ അവന് വേണ്ടി ഈ ഭൂമിയിൽ ചോര ചൊരിയുന്നത് ഒരഭിമാനമായി കരുതണം. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ അവർ ഡൊമീഷ്യൻ്റെ കാലത്ത്, ചക്രവർത്തിമാരുടെ കാലത്ത് കൂട്ടക്കുരുതിയാണ് നടന്നുകൊണ്ടിരുന്നത്. അന്ന് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങളുടെ ദേഹത്ത് വഹിക്കുന്ന മരണമുണ്ടല്ലോ അത് യേശുവിൻ്റെ മരണമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലോകത്തിൽ ആരും മരിക്കുന്ന പോലെയല്ല ഞങ്ങൾ മരിക്കാൻ പോകുന്നത്. ഞങ്ങൾ മരിക്കുവാണെങ്കിൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടിയാണ് മരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്തൊരു ഭാഗ്യമാണ്! ഈ ലോകത്തിൽ നിന്ന് കഷ്ടതകൾ വരുന്നതിന് വളരെ പ്രധാനപ്പെട്ടമായ ചില കാരണങ്ങളുണ്ട്. നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. കർത്താവ് തൻ്റെ സഭയെ ഭൂമിയിൽ നിന്നെടുക്കാൻ പോവുക, കാഹളം ധ്വനിക്കാൻ പോവുക, മരിച്ചവർ ഉയർക്കാൻ പോവുക, കർത്താവ് തൻ്റെ സഭയെ ഭൂമിയിൽ നിന്നെടുക്കാൻ പോവുക, ലോകം അതിഭയങ്കരമായ ന്യായവിധിയിലേക്ക് പോകാൻ പോവുക, ദൈവത്തിൻ്റെ ന്യായവിധി ലോകത്തിൻ്റെ മേൽ വരാൻ പോവുക, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലൊക്കെയും ദൈവത്തിൻ്റെ ന്യായവിധി ഇറങ്ങി വരാൻ പോവുകയാണ്. ആ പരീക്ഷാകാലത്തുനിന്ന് ദൈവം നമ്മളെ വിടിപ്പിക്കും. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ കാലവുമാകുമെന്ന് കർത്താവ് പറഞ്ഞു. ലോകത്തിൻ്റെ അവസ്ഥ അതുപോലെ തന്നെയായി. എന്നാൽ നോഹയുടെ കാലം പോലെ തന്നെ ദൈവം ലോകത്തെ ന്യായം വിധിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. നോഹയുടെ കാലത്ത് ഒരു ജലപ്രളയം കൊണ്ടാണ് ദൈവം ലോകത്തെ ന്യായം വിധിച്ചതെങ്കിൽ ആ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോഹയോട് ഒരു പെട്ടകം പണിയാൻ പറഞ്ഞു. നോഹയും നോഹയുടെ കുടുംബവും അല്പജനമെന്ന് പറഞ്ഞാൽ 8 പേർ മാത്രമാണ് അന്ന് ഈ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ 8 പേരിൽ നിന്നുണ്ടായ ജനസംഖ്യയാണ് ഇന്ന് ഭൂമിയിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ജനസംഖ്യ. അതുകൊണ്ട് ഇനി ദൈവം ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്ന ജലപ്രളയത്താലല്ല, ദൈവം അഗ്നി കൊണ്ട് ഈ ഭൂമിയെ ന്യായം വിധിക്കാൻ പോവുക. അത് കത്തി ചാമ്പലാകാൻ പോവുകയല്ല, എല്ലാം കത്തിത്തീരാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ന്യായവിധി ഭൂമിയിൽ ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവം തൻ്റെ സഭയെ ഭൂമിയിൽ നടക്കും. നാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, പുതിയ യെരൂശലേം എന്ന വിസ്തകരത്തിലേക്ക് പ്രവേശിക്കും, പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ പോകും. കർത്താവിനോടുകൂടെ 7 വർഷം നമ്മൾ സ്വർഗത്തിലായിരിക്കും. ആ സമയത്ത് ഈ ഭൂമിയെ ദൈവം ന്യായം വിധിക്കും.
സൂര്യൻ്റെ ചൂടുകൊണ്ട് മനുഷ്യ ശരീരം വെന്തുപോകുന്ന അതിഭയങ്കരമായ ദുരന്തങ്ങൾ, വെളിപ്പാട് പുസ്തകം 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ പഠിപ്പിക്കുന്ന ദുരന്തങ്ങൾ മുഴുവൻ പെയ്തിറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ദൈവം ന്യായം വിധിക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല, 7 വർഷം കൊണ്ടാണ്. അതുകൊണ്ട് ഓർത്തോണം, ദൈവമക്കളെ പീഡിപ്പിക്കുന്നവരെ എല്ലാം ദൈവം ന്യായം വിധിക്കും. എന്നാൽ ദൈവമക്കളെ സ്നേഹിക്കുന്നവരെ, അവരെ സംരക്ഷിക്കുന്നവരെ, അവരെ ബഹുമാനിക്കുന്നവരെ, അവരെ ആദരിക്കുന്നവരെ ദൈവം അംഗീകരിക്കും. ആ അംഗീകാരം നമ്മുടെ രാജ്യത്തും നമ്മുടെ ഭരണാധിപന്മാർക്കും ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.